ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഗ്രാസിയ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. അതേപോലെ തന്നെ പൊല്യൂഷൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റുമ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക്, അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽട്ടർ, ബ്രേക്ക്, അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക്, ആ സ്വിച്ച് ഐറ്റംസ്, ഇതൊക്കെയാണ് നമുക്ക് ജനറൽ സർവീസിൽ വരാം. ഇതിപ്പോൾ നമുക്ക് ഈ വണ്ടിക്ക് അത് കൂടാതെ കൊണ്ട് 1-2 വർക്കുകൾ അഡീഷണൽ നമുക്ക് ചെയ്യേണ്ട വർക്കുകളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയട്ടോ. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ വന്ന കംപ്ലയിൻസുകളും നമുക്കിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ 1-2 പാർട്സുകളൊക്കെ ഡാമേജുകളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചാനാണ്. ബ്രേക്ക് ലൈനർ നമുക്കിതുമായി കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലൈനറാണ്. ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക് ക്യാമ് മാത്രം ഒന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബ്രേക്ക് ലൈനർ ഉരഞ്ഞേക്കണതിൻ്റെ പൊടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്കാവും, ഫുള്ള് ബ്ലോക്കായി പോയേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു 99% ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ചെയ്യണ കൂട്ടത്തിൽ എയർ ഫിൽറ്റർ പ്ലഗ് മാറണം. ഇത്രയും ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ കാർബറേറ്ററും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണം. കാരണം അത് നമുക്ക് ഓൾറെഡി ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, അഡീഷണലായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം എന്തായാലും ഈ കണ്ടീഷനിൽ ഓടിയ വണ്ടിയിൽ ഹെഡിനകത്ത് നല്ല രീതിയിൽ കരി കയറിയിട്ടുണ്ടാവും. കാരണം അത്രയ്ക്കും ബ്ലോക്കാണ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ബ്ലോക്കായി നിൽക്കണേ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഒരു ഓയിൽ സീൽ ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. അത് നമുക്ക് കൈയോടെ മാറ്റിയിടാണെങ്കിൽ ആ പ്രോബ്ലം അതിനകത്ത് തീർന്നു നോക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടോ, ബെൽറ്റ് പൊട്ടി വിടാറായ കണ്ടീഷനിലിരിക്കണേ. നമുക്കിതുമ്പോൾ കിടക്കുന്നത് ബാൻഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇപ്പോൾ ഹോണ്ടയുടെ ആണെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. സംഭവം ഹോണ്ടയുടെ അല്ല, അത് ഒരു ബാൻഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബെൽറ്റാണ് ഇതുമ്പോൾ കിടക്കുന്നത്. ഹോണ്ട ബാൻഡോ അല്ല. അപ്പോൾ നിലവിൽ ഓൾറെഡി പൊട്ടിയിരിക്കണേ. നമുക്ക് ഈ കണ്ടീഷനിൽ വണ്ടി ഉപയോഗിക്കൽ നടക്കില്ല. ബെൽറ്റ് മാറ്റി റീസെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡിയൊക്കെ നോക്കുമ്പോൾ വേരിയേറ്റർ ബോഡിക്ക് ചെറിയൊരു പ്ലേ ഉണ്ട്. പക്ഷേ നമുക്കത് തന്നെ ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ബാക്ക് വീലിൽ മെയിൻ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന ഒരു വീലുണ്ട്. അത് ബാക്ക് വീലിൻ്റെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഈ പിന്നുകൾ പറഞ്ഞ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓവലായി പോയേക്കാം. നമുക്ക് വണ്ടി ശരിക്കും പറഞ്ഞാൽ 58,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് വണ്ടി ഇപ്പം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തേമാനങ്ങളാണ് നിലവിൽ കേട്ടോ. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് ഈ വീലും ഈ പിന്നും റോളറൊക്കെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള വേറെ കംപ്ലയിൻറ്റുകളിലേക്ക് അത് പോവില്ല. ഈ വീലും മാറ്റാം, ഈ പിന്നും അതിൻ്റെ റോളർ സെറ്റും കാര്യങ്ങൾ റോളറും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് അതുമ്പോൾ തീർന്നോളും. കാരണം അല്ലെങ്കിൽ ഇനി കിടന്ന് ഓടുന്തോറും നമുക്ക് ഈ വീലൊക്കെ ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ വീല് മാറ്റാം, റോളർ മാറ്റാം, അതിൻ്റെ ഹോൾസെയിൽ കാര്യങ്ങൾ മാറ്റി ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീനിങ് നടത്തിയിട്ട് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിലേക്ക് അത് സ്മൂത്ത് ആയിക്കോളും. ക്ലച്ചിൻ്റെ ഭാഗം കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ക്ലച്ചിനകത്ത് ഡാമേജ് ഉള്ളതൊന്നും ബെൽറ്റ്, അതേപോലെ തന്നെ ഈ വീലും ആ റോളറും പിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ജനറൽ സർവീസിൽ നമുക്ക് അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കുന്നതാണ്. അത് കൂട്ടത്തിൽ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും വരില്ല. അതിനകത്ത് പാർട്സിൻ്റെ എമൗണ്ട് മാത്രമാണ് അതിനകത്ത് വരുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കിക്കറൊക്കെ വീലൊന്ന് അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് വിടാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഹെഡ് ഗ്യാസ്കറ്റ് ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം ലീക്കാണ്. അപ്പോൾ കൈയോടെ നമുക്കത് മാറ്റിയിടാം. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാർബറേറ്റർ അഴിക്കുകയാണെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ അത്രയ്ക്കും ബ്ലോക്കാണ് എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാർബറേറ്ററിൻ്റെ യൂണിറ്റൊക്കെ ഉള്ളു അത്യാവശ്യം നല്ല രീതിയിൽ കാർബൺ കരിയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ സ്ലോ ജെറ്റൊക്കെ നോക്കുന്ന സമയത്ത് സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കാണ് അതിനകത്ത്. അപ്പോൾ നമുക്കത് ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ആ സ്ലോ ജെറ്റ് മാറ്റിയിട്ട് വേണം കാർബറേറ്റർ റീസെറ്റ് ചെയ്യാനായിട്ട്. കാർബറേറ്റർ നമ്മൾ ഇൻസ്പെക്ഷൻ മാത്രമാണ്, നമുക്ക് ഇൻസ്പെക്ഷനും അഡ്ജസ്റ്റിങ്ങും മാത്രമാണ് ജനറലായിട്ടുള്ള സർവീസിൽ വരുള്ളൂ. ഇത് നമ്മൾ അഡീഷണൽ വന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാർബറേറ്റർ ക്ലീനറും സ്ലോ ജെറ്റും ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ഭാഗം ഓക്കെ ആക്കി എടുക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ്, ഫ്രണ്ടും കൂടി അഴിച്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബ്രേക്കിൻ്റെ കേബിളുകൾ വലിഞ്ഞേക്കണമെങ്കിൽ കാണണം കേട്ടോ. ഫുൾ ഔട്ടർ വലിഞ്ഞ് നിൽക്കണേ. ഇതിവിടെ പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് കേബിൾ വലിഞ്ഞേക്കണമെങ്കിൽ കാണണം കേട്ടോ. അപ്പോൾ അത് ബ്രേക്ക് അഴിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കേബിളുകൾ മാറ്റിയിടാണെങ്കിൽ പിന്നീട് ഇനി അങ്ങോട്ട് പോകുന്നതോറും പെട്ടെന്ന് ടൈറ്റ് ആവുകയോ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ചാടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളാണ്, റൈറ്റ് സൈഡ് ബ്രേക്ക് കേബിളും ലെഫ്റ്റ് കോമ്പി ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റേണ്ടതായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. ഇതുമേ ഇരിക്കുന്നത് മിൻഡ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളത് ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്.
ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ട് 12.74 കിട്ടുന്നുണ്ട്. വോൾട്ട് നമുക്ക് നല്ല വോൾട്ട് കാണിക്കുന്നുണ്ട് അതിനകത്ത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്, വലിയ പഴക്കത്തിലേക്ക് ആയിട്ടില്ല. ബാറ്ററി ഓക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിക്കുന്നത് കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞല്ലോ, എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. സെക്കൻഡറി ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്ക് എന്ന് പറയുന്നത് കാർബറേറ്റർ ക്ലീനിങ്ങും ബ്രേക്കിൻ്റെ കേബിളുകളും ചേഞ്ച് ചെയ്യണതാണ് ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കുകൾ. ബാക്കിയതെല്ലാം ജനറൽ സർവീസിൽ വന്നാണ്. ഒറ്റ ലേബറിൽ തന്നെ ആ മറ്റേ പാർട്സുകളുടെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം ഇതിന് ഈ പറഞ്ഞ ഡാമേജുകളുള്ള പാർട്സുകളും അതിൻ്റെ ലേബർ ചാർജ് സർവീസ് ചാർജൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിനകത്ത് പൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പുറമേന്ന് ചെയ്യാവുന്ന വർക്കുകളാണ് ഇപ്പോൾ ഈ സംഭവം. വീണ്ടും പൊല്യൂഷനുള്ള അളവിൽ വേരിയേഷനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹെഡ് ഡീകാർബണൈസിങ് ആണ് ചെയ്യേണ്ടി വരാം കേട്ടോ. അത് സാധാരണ രീതിയിൽ 30,000 കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ നിലവിൽ നമുക്കിതൊന്ന് ചെയ്തു നോക്കാം, എത്രത്തോളം ഉണ്ട് അതിൻ്റെ റിസൾട്ട് എന്നുള്ള നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.